ബാല്യകൗമാര യൗവനങ്ങൾ പിന്നീട് മധ്യവയസ്സും കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ഓരോ മനുഷ്യനും ജീവിതത്തിന്റെ അത്ഭുതകരങ്ങളായ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്. പ്രാവിള കൂട്ടി കല്ലി കുടിച്ചതും പാടവരമ്പത്തുകൂടി നടന്നതും പാതിരാ കഴിഞ്ഞ് കഥകൾ കാണാൻ പോയതും നേരം പുലർന്ന് കഥകളിയും നാടകവുമെല്ലാം കണ്ടിട്ട് വന്ന് കുളിച്ച് വീണ്ടും ജോലിക്ക് പോയതും എല്ലാം എത്രയോ അനുഭവങ്ങൾ. ഒരു വിദ്യാലയത്തിലെ അധ്യാപകന്റെ അന്നത്തെ ഏറ്റവും വലിയ വാഹനം സൈക്കിളാണ്. ഒരു വിദ്യാലയത്തിലെ അന്നത്തെ ഏറ്റവും വലിയ അധ്യാപകൻ ചെരുപ്പിടുന്ന സ്ഥലമാണ്. വാച്ച് കെട്ടുന്ന ഹെഡ്മാസ്റ്റർ അത്ഭുതമായിരുന്നു. ഇങ്ങനെയെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആർഭാടമെന്ന വാക്കിനെ ജീവിതചര്യയോട് ചേർത്തു വെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയും അവർക്ക് കാവലായും ത്യജിച്ചും ജീവിച്ചു വന്ന ഒരു സമൂഹമാണ് 55-56 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. വൃദ്ധനെന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടു പലതും കിട്ടുന്നത് വൃദ്ധിയിലെത്തിയവനെന്നാണ്, തലമുടി നരച്ചവരെന്നല്ല. വൃദ്ധിയിലെത്തിയവനാണ് വൃദ്ധൻ. ജീവിതത്തിന്റെ എല്ലാം കണ്ടുകഴിഞ്ഞു. ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗ്രോത്ത്, അതിന്റെ ആ ചക്രവാളം കണ്ടുകഴിഞ്ഞ ഒരാളാണ് വൃദ്ധനും വൃദ്ധയും. നമ്മളിപ്പോൾ 80 വയസ്സായവരെ പോലും ശരീരത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന യൗവനത്തിന്റെ തീയിൽ വളരെ ഊർജ്ജസ്വരായി ഈ പ്രായഘട്ടത്തിലെത്തിയവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന വർത്തമാന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തുടരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അനുഭവമാകുന്ന ആ ഗുരു, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, ആ ഏറ്റവും വലിയ യോഗ്യത നേടിയവർ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ: ഭൂതകാലത്തിലേക്ക് പോകരുത്. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ: ഭാവി കാലത്തെ ഓർക്കരുത്. ഇനി 60 കഴിഞ്ഞ ഒരാളുടെ ജീവിതം പ്രസന്റ് ടെൻസിലെ ഈ പ്രസന്റ് നിമിഷത്തിൽ മാത്രമായിരിക്കും. അത് നമ്മുടെ പാട്ട് പാടാൻ കഴിയുന്നു, പാട്ട് പാടുക; ഡാൻസ് കളിക്കാൻ കഴിയുന്നു, ഡാൻസ് കളിക്കുക; അക്ഷരസോമം നടത്താൻ കഴിയുന്നു, അക്ഷരസോമം നടത്തുക; ആയുർവേദങ്ങൾ നടത്താൻ കഴിയുന്നു, അത് കഴിപ്പിക്കുക; അത്തരത്തിൽ സ്വന്തം പ്രതിഭയിൽ പ്രഭാഷണം നടത്താൻ കഴിയുന്നത് അത് ചെയ്യുക, എഴുതാൻ കഴിയുന്നത് അത് ചെയ്യുക. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഓഡിയോ ബുക്ക് കേൾക്കുന്നതാണ്. ഓഡിയോ ബുക്ക്, DC ബുക്ക്, സാഹിത്യങ്ങളും കലാലയങ്ങളും മുൻപന്തിയിലേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഞാൻ ഈ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അദ്ദേഹം കുടുംബം അത് തന്നെയാണ് നമ്മുടെ നിലപാട്. നാം ഒരു കുടുംബം എന്നാണ് നമ്മുടെ നിലപാട് തന്നെയാണ്. കടന്നുപോയി പോലെ തന്നെ വാർത്തകളിന്റെ ഓരോ അവസ്ഥകളിലും നമ്മൾ കടന്നു വേണ്ടത് അത് ആദ്യം കടന്നു വെക്കുന്നതിൽ നിഷേധിക്കുകയോ ആദ്യം കൂടുതൽ കൊടുക്കുന്നതല്ല. ജീവിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതിന്, സന്തോഷകരമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ സർക്കാരാണ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ അവകാശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നോക്കി ഇതിനിടയ്ക്ക്, കാരണം അത് ഏറ്റവും പ്രധാനമാണ്, എല്ലാ സാംസ്കാരിക രംഗത്തെ അവരുടേതായ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുടുംബ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ അംഗങ്ങളെ ഇതിന് പ്രസംഗിച്ചവർ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിനെ സംതൃപ്തമാക്കി മാറ്റുവാനായിട്ട് ആദരവുള്ള
സൗകര്യങ്ങളും രോഗങ്ങളിൽ എല്ലാവിധ ആശംസകളും. അടുത്തതായി നമ്മുടെ യൂണിറ്റ് പ്രൊഫസർ ശ്രീ എ കെ പ്രകാശ് കുമാർ കൊച്ചി പഞ്ചായത്തിലെ നല്ല കർഷകനാണ്. അദ്ദേഹം ഒരു കർഷകനുള്ള ഒരു ധീര കർഷകനാണ്. വർഷങ്ങളാൽ കൃഷി, അതോടൊപ്പം തന്നെ പശുവ്യവസായത്തിന് അങ്ങനെയുള്ള വിവിധ ഈ കൃഷി പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് ഒരു തന്റെ തൊഴില് തന്റെ പദവി കാലഘട്ടത്തോടൊപ്പം തന്നെ ചെറുപ്പകാലങ്ങളൊക്കെ ഈ കാർഷിക രംഗത്ത് വ്യക്തിമുദ്ര വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ ആ കാർഷിക മേഖലയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കർഷകൻ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ചെന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒറ്റക്കഴിയും അതോടൊപ്പം തന്നെയുള്ള എല്ലാവിധ സഹായവും ദേശവാലയുണ്ട്, കർഷകരുണ്ട്, എല്ലാം അതുപോലെ തന്നെ പശുക്കള് രണ്ടെണ്ണം ഇപ്പൊ പ്രവർത്തിക്കുന്നു. ഈ എല്ലാ വിധത്തിലുള്ള നല്ലൊരു കർഷകൻ ബുദ്ധിമുട്ടേക്ക് നല്ല കർഷകൻ നമ്മുടെ പഞ്ചായത്ത് കൊടുത്തു. നമ്മുടെ സംഘടന ആദരവ്, നമ്മുടെ സംഘടനയുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നതിന് എ കെ പ്രകാശ് കുമാറിനെ ആദരവ് നൽകുന്നതിന് വിജയകുമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രകാശം ബാബു പി എസ് ബാബു സെക്രട്ടറി എന്ത് പറയുകയാണ് പൊന്നാടൻ മൂന്ന് പേരുടെ അവസാനിക്കണ്ട ഫുൾ എയർപോർട്ട് നേടിയ മീനാക്ഷി എം ബിലോ രാധാമണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊച്ചുമോളാണ് കൊല്ലമറ്റ വീട്. ഇവിടെ രാധാമണി എത്തിക്കൊടുക്കുന്നു, മീനാക്ഷി എം ബിലോ എത്തിക്കുന്നു. ആ രാധാമണി എന്ന പെൺകുട്ടിയുടെ കൊച്ചുമോൾക്ക് വേണ്ടി ഈ ആളുകൾ ഏറ്റുകൊണ്ടു. ഈ മാത്രം അടുത്ത അമൽസാരി നമ്മുടെ അതും അമൽസാരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ യോഗപ്രാണ് ആണ്. അദ്ദേഹം വേദിയിലേക്ക് വന്ന് എന്റെ കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടി ജെ യോഗം തൈപ്പറമ്പ് ഈ വേദിയിൽ കടന്നുക. അമൽ ഷാനി അടുത്ത് വസ്തുവിനെ എല്ലാ വിഷയങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാരാണിക്കുളം വീട്ടിൽ കെ കെ മലയാളം എന്ന പെൻഷൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ റോജായ കോമൺ കുട്ടിയുടെ നമ്മുടെ ബ്ലോക്കുണ്ട് നമ്മുടെ ആദരവ് നൽകുന്നത്. ഈ കേരളത്തെ കുറിച്ച് അടുത്ത രാജകീയ നായർ നമ്മുടെ കൊല്ലം നമ്മുടെ സംഘടന പ്രസിഡന്റ്
രാത്രി നായർ കൊച്ചുമകളാണ് ബാബാമണി അമ്മ, അവരുടെ മകൾ ഗായത്രി നായർ. കണ്ണമംഗലം വീട് അമ്മയാണ് പറഞ്ഞത്, അമ്മൂമ്മയാണ് പറഞ്ഞത്. അമ്മൂമ്മ നമ്മുടെ മുൻപുള്ള രാമന്റെ വൈഫാണ്, ഭാര്യയാണ്. രാമാമണി അവരുടെ എന്റെ കൊച്ചുമകളുടെ പേരിലുള്ള ആദരവ് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വരുന്നു. അതോടൊപ്പം ആ മമത പറഞ്ഞതിന് വേണ്ടി ഒന്നാമത്തെ വീട്ടിൽ രാമാമണിയുടെ കൊച്ചുമകൾ ഗായത്രിയാണ് പ്ലസ് 2 പരീക്ഷയിൽ ഉള്ള വിഷയങ്ങൾക്കും ഏർപ്പാടുമാണ്. ഇനി നവതി ആഘോഷിക്കുന്ന രാമനാഥനോടോ ഈ വേദിയിലേക്ക് വരാമോ? സഹപ്രവർത്തകരായ ആദരവില്ല എന്നും ഇങ്ങോട്ട് വേദിയിലേക്ക് വരിക. രാമനാഥനോട് വരിക. ചാപ്പനാഥനെ പറയാൻ ഒരുപാട് കാര്യമാണ്. അദ്ദേഹം എനിക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും. എന്താണ് സംഘടനയ്ക്ക് ഞങ്ങളെയൊക്കെ മിക്കപ്പോഴും വിളിച്ച് സംഘടനയുടെ കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാമ വ്യക്തിയാണ് ചാപ്പ. അതിന് താമസിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവനും ദേശീയവും പറഞ്ഞതാണ്. അതിന് ഞങ്ങളുടെ നിർബന്ധത്തിൽ പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ ഓർഡറിലേക്ക് വന്നത്. ആ ഓർഡറിൽ വേണ്ടി പോരാടിയോ എന്തായാലും ആ ആദരവ് ആകുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ ആദരവ് മുൻകാല പ്രവർത്തനം ഈ ആദരവ് നൽകുന്നത് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റും പ്രധാന കമ്മിറ്റി അംഗവും ഒക്കെ ആയിരിക്കുന്നത് ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പൊ നമ്മുടെ രക്ഷാകരയിൽ പ്രവർത്തിക്കുന്ന രാമനാഥ് ആ പൊന്നാണ് അണിയിക്കണം. ആരോഗ്യത്തിലൂടെ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൂ. അദ്ദേഹം ദീർഘകാലത്ത് ആരോഗ്യത്തോടുകൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. തൽക്കാലം ആദരവുകളിലൂടെ അവസാനിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആദരവ്. പുത്രന്മാരുടെ ഈ എന്റെ പ്രകാശന് മമത നൽകുന്നതിന് വേണ്ടി പുത്രന്മാരെ കൊടുക്കും. ആദരവ് പൊന്നാട അണിയിക്കുന്നത് അഞ്ചാമകത്തിൽ പാലക്കാട് വന്നിട്ടുള്ള ശ്രീമതി നല്ലാട്ടി പഞ്ചാബിലെ വലിയ ബന്ധമാണ്.
സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും സാദര നമസ്കാരം. സമയം അതിക്രമിച്ചുകൊണ്ടിട്ടുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും നമസ്കാരം സ്വീകരിക്കുക. നമ്മള് കോവിഡ് സാറ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം ജീവിത സായാഹ്നം എങ്ങനെ മനോഹരമാക്കാം എന്ന് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. വാർദ്ധക്യ ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. വാർദ്ധക്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഏതാണ്ട്